ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് CPM അദ്ദേഹത്തെ പ്രതിയാക്കി മാറ്റിയത്. അതാണിപ്പോൾ ഹൈക്കോടതി നിരവധി വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം 2016 കൊടുത്ത ഒരു പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അതിൽ പങ്കില്ല എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് എടുത്ത നിലപാട് ശരിയാണ്, അതിൽ അടിവരയിട്ടുകൊണ്ടാണ് ഹൈക്കോടതിയുടെ വിധി പുറത്തു വന്നിരിക്കുന്നത്. മനഃപൂർവ്വമായിട്ടാണ് ആ ഗൂഢാലോചനയിൽ കെ സുധാകരനെ മാത്രമല്ല MV രാഘവനെയും അന്ന് അതിനകത്ത് പെടുത്താൻ നോക്കി. അത് തെറ്റായിരുന്നു. രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി രാഷ്ട്രീയ നേതാക്കളെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കാൻ നടത്തിയ CPMന്റെ ഗൂഢാലോചനയായിരുന്നു അതിന്റെ പിന്നിലെന്ന് ഇപ്പോൾ വ്യക്തമായി. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം വളരെ ഭംഗിയായിട്ടുള്ള ഒരു വിധിയാണ് ഹൈക്കോടതിയുടെ വന്നിരിക്കുന്നത്. അതിലേതെങ്കിലും അത് അപ്പീൽ പോകാനുള്ള അദ്ദേഹത്തിന്റെ അവകാശത്തിൽ നിന്ന് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ വളരെ വ്യക്തമായിട്ടുള്ള വിധിയാണ് ഹൈക്കോടതി വിധി. അത് നിലനിൽക്കുന്നത് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതേപ്പോഴും ആവർത്തിക്കുന്നത് സുധാകരൻ തന്നെ കൂടാതെ പങ്കുണ്ട്. പ്രോസിക്യൂഷന് തന്റെ വാദം കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിധി ഉണ്ടായെന്നുള്ളതാണ്. അല്ല, അപ്പൊ പിന്നെ സർക്കാരല്ലേ, അത് അദ്ദേഹം സർക്കാരിനെ ആയിരിക്കും കുറ്റപ്പെടുത്തിയത്. പ്രോസിക്യൂഷൻ ഞങ്ങൾ വെക്കണ വക്കീലല്ലല്ലോ, പിണറായി വിജയന്റെ ഡിപ്പാർട്ട്മെന്റാണത്, അദ്ദേഹത്തിന്റെ വകുപ്പാണ്. അദ്ദേഹം പിണറായി വിജയനെ കുറ്റപ്പെടുത്തിയായിരിക്കും. എന്തായാലും ഹൈക്കോടതി വിധി വളരെ വളരെ വ്യക്തമാണ്. അങ്ങനെ ഒരു ഗൂഢാലോചനയിൽ കെ സുധാകരന് യാതൊരു പങ്കുമില്ല എന്ന് വ്യക്തമാണ്. മറ്റൊരു കാര്യം, സുപ്രഭാതത്തിന്റെ ഗൾഫ് ഡിവിഷൻ ഉദ്ഘാടനത്തിന് താങ്കൾക്ക് ക്ഷണമുണ്ടായിരുന്നതാണ്. പക്ഷേ ലീഗ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടാണ് പോകാതിരുന്നത്. അല്ലല്ല, എന്നോട് ലീഗ് നേതൃത്വം ആ പരിപാടിക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് വ്യക്തിപരമായ അസൗകര്യം ഉള്ളത് ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. വളരെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ടെന്ന് പോലും ഞാൻ അന്വേഷിച്ചില്ല. എനിക്ക് 18-ാം തീയതി ഗൾഫിൽ പോകാനുള്ള വ്യക്തിപരമായ അസൗകര്യം ഉണ്ടായിരുന്നു. അതെന്താണ് കാര്യമെന്ന് വരെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഈ +1 സീറ്റ് കിട്ടില്ലേ, മലബാറിൽ പ്രത്യേകിച്ചും മലപ്പുറത്ത് വലിയ പ്രതിസന്ധിയുണ്ട്. അപ്പൊ ലീഗ് സമരരംഗത്തേക്ക് ഇറങ്ങുന്നു, പ്രതിപക്ഷം ഒറ്റക്കെട്ടായി സമരം. തീർച്ചയായിട്ടും പ്രതിപക്ഷ സമരരംഗത്തേക്ക് ഇറങ്ങും. കോൺഗ്രസും UDFും ഒറ്റക്കെട്ടായിട്ട് ആ കാര്യത്തിന് മുമ്പിലുണ്ട്. കഴിഞ്ഞ 2 വർഷവും നിയമസഭയിൽ ഞങ്ങൾ ഈ വിഷയം പ്രതിപക്ഷം വളരെ ഗൌരവത്തോടുകൂടി ഉന്നയിച്ചതാണ്. വളരെ ഗൌരവത്തോടുകൂടി അതിനൊരു ഫലപ്രദമായ രീതിയിലുള്ളൊരു പരിഹാരം കാണാൻ ഇപ്പോഴും സർക്കാർ കഴിഞ്ഞിട്ടില്ല. 50 പേര് ഇരിക്കേണ്ട ക്ലാസ്സിലാണ് 65 പേര് ഇപ്പൊ തന്നെ ഇരിക്കുന്നത്. വീണ്ടും 6-7 പേര് കൂടി വീണ്ടും ക്ലാസ്സിലേക്ക് വരികയാണ്. അപ്പൊ 72 കുട്ടികൾ 75 കുട്ടികളൊക്കെ ഒരു +2 ക്ലാസ്സിൽ വന്നാൽ എങ്ങനെയാണ് ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്? നമുക്ക് ആ ക്ലാസ് പഠിക്കാൻ അപ്പൊ ക്വാളിറ്റിയാണ് താഴോട്ട് പോരുന്നത്. ഇപ്പൊ തന്നെ +2ലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. ഈ ഗവൺമെന്റ് നേരത്തെ വലിയ ക്രെഡിറ്റ് പറഞ്ഞിരുന്നത് ഈ സ്വകാര്യ മേഖലയിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് കുട്ടികളുടെ എണ്ണം കൂടുന്നു. ഇപ്പൊ ആരും മിണ്ടുന്നില്ല. വലിയ 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 പ്രൊപ്പഗാൻഡ ആയിരുന്നു ഒരു സമയത്ത്. ഇപ്പൊ എന്താ, ഇപ്പൊ കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ CBSEയിൽ നിന്നും സ്റ്റേറ്റ് സിലബസിലേക്ക് കുട്ടികൾ ധാരാളമായി വന്നിരുന്നു. അതിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അപകടകരമായ നിലയിലേക്ക് പൊതുവിദ്യാഭ്യാസ രംഗം പോവുകയാണ്. അപ്പൊ ഇതല്ല പരിഹാരം. ശരിക്കും എണ്ണം വർദ്ധിപ്പിക്കണം. അതിന് കൂടുതൽ കോഴ്സുകളാണ് കൂടുതൽ അനുവദിക്കേണ്ടത്. അല്ലെങ്കിൽ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവില്ല. വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോഴും പറയുന്നത് അധിക സീറ്റുകൾ അനുവദിക്കാൻ അല്ലാതെ അധിക ബാച്ചുകൾ അനുവദിക്കാനാകില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ അനുവദിക്കില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. അല്ല, അത് തെറ്റായ തീരുമാനമാണ്. കഴിഞ്ഞ 2 വർഷവും ഈ സീറ്റുകളുടെ എണ്ണം കൂട്ടുകയും ബാച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് അത് തികഞ്ഞ പരാജയമായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് മാധ്യമങ്ങളെ കണ്ടത്. ഹൈക്കോടതിയുടെ വിധി, കെ സുധാകരനെ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയ ഹൈക്കോടതിയുടെ വിധി സ്വാഗതാർഹമാണ്. പ്രോസിക്യൂഷന്റെ പരാജയമെന്ന ആക്ഷേപം അത് പിണറായി വിജയന്റെ വകുപ്പിന് നേരെയുള്ള ആക്ഷേപമാണ് EP ജയരാജൻ ഉന്നയിച്ചത് എന്നതാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന വാദം.